ജനുവരി മാസം മലയാള സിനിമയ്ക്ക് അത്ര വലിയ വിജയങ്ങളൊന്നും ഇല്ലാതെ പോയെങ്കിലും രേഖാചിത്രം പോലുള്ള ചില നല്ല സിനിമകളൊക്കെ ഇറങ്ങി അത്യാവശ്യം വിജയമായി നിന്നൊരു മാസമായിരുന്നു ജനുവരി. പക്ഷേ ഫെബ്രുവരിയിലോട്ട് വന്നപ്പോൾ കളിയാകെ മാറി. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഇതുവരെ വലിയ വിജയമില്ലാത്ത നടന്മാർ വരെ വൻ വിജയം നേടി മലയാള സിനിമയെ പിടിച്ചു കുലുക്കിയതുൾപ്പെടെ കുറച്ച് ട്വിസ്റ്റുകളും നമ്മൾ ഫെബ്രുവരി മാസത്തിൽ കണ്ടു. എന്നാൽ പതിവ് പോലെ തന്നെ ആരും അറിയാതെ വന്നുപോയ കുറച്ച് സിനിമകളും ഫെബ്രുവരി മാസത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നതും പോയതുമായ സിനിമകളെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. ഫെബ്രുവരി മാസത്തെ അനാലിസിസ് വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ടു ഫിൽമി ടോക്സ്. നാരായണീന്റെ മൂന്നാൺമക്കൾ 2025 ഫെബ്രുവരി മാസം ആദ്യ റിലീസായി വന്ന സിനിമയാണ് നാരായണീന്റെ മൂന്നാൺമക്കൾ. ശരൺ വേണുഗോപാലിന്റെ സംവിധാനത്തിൽ ജോജു ജോർജ്, സുരാജ് വഞ്ഞാറമൂട്, അലൻ സിയർ, ഗാർഗി അനന്തൻ, ഷെല്ലി കിഷോർ, സജിത മഠത്തിൽ, തോമസ് മാത്യു അങ്ങനെ ഒരു ലോഡ് താരങ്ങൾ അഭിനയിച്ച സിനിമയായിരുന്നു നാരായണീന്റെ മൂന്നാൺമക്കൾ. ഈ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് തന്നെ അത്യാവശ്യം ചർച്ചാ വിഷയമായിരുന്നു ഈ സിനിമ. അതിനുശേഷം പടം തിയേറ്ററിൽ വന്നപ്പോഴും അത്യാവശ്യം ഡീസന്റ് റിവ്യൂസ് ആണ് സിനിമയ്ക്ക് കിട്ടിയത്. ഇപ്പോ OTT റിലീസിന് ശേഷം വൻ ചർച്ചാ വിഷയമായി മാറി ഈ സിനിമ. അത്യാവശ്യം നല്ലൊരു മേക്കിങ്ങിലൂടെ കഥ പറഞ്ഞു പോയിക്കൊണ്ടിരുന്ന സിനിമ അവസാനിക്കുന്നത് ഒരു ഇൻസെസ്റ്റ് റിലേഷൻഷിപ്പ് സ്ക്രീനിൽ കാണിച്ചുകൊണ്ടാണ്. അതിന്റെ പേരിൽ സിനിമ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി. പക്ഷേ ഇത് ആദ്യമായിട്ടൊന്നുമല്ല മലയാള സിനിമയിൽ ഇത്തരം ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. ഇതിനു മുന്നേ കുഞ്ഞിരാമായണത്തിലൊക്കെ ഒരു തമാശ രൂപേണ കാണിച്ചു പോയിട്ടുണ്ട്. കുഞ്ഞിരാമായണം അല്ലാണ്ട് വേറെ സിനിമകളുണ്ട്, അത് ഏതെങ്കിലും ഒക്കെ ഓർമ്മയിൽ വരുന്നവർ താഴെ കമന്റ് ചെയ്യുക. അപ്പോ ഇങ്ങനെയുള്ള സീനുകൾ കുറച്ചു പേർക്ക് കല്ലുകടിയായി തോന്നിയെങ്കിലും മൊത്തത്തിൽ സിനിമ എടുത്ത് നോക്കിയാൽ ഹ്യൂമൻ റിലേഷൻഷിപ്സിനെ നല്ല രീതിക്ക് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ച സിനിമയായാണ് നാരായണീന്റെ ആൺമക്കൾ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത്. നമ്മൾ എന്താ പറയാ, ഒരു സിനിമ കാണുകയാണെന്നുള്ളൊരു ബോധമൊന്നും ഇല്ലാതെ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഒരു തറവാട് വീട്ടിൽ ചെന്നിരുന്നിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രസവും ഒരു സുഖവും ഒക്കെ ആയിരുന്നു നാരായണീന്റെ ആൺമക്കൾ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയത്. പിന്നെ അതുപോലെ വലിയ പ്രൊമോഷൻ ഒന്നും ഇല്ലാതെ പ്രൊഡ്യൂസറുടെ ഇന്റർവ്യൂസിന്റെ മാത്രം ബലത്തിൽ വന്ന സിനിമ തിയേറ്ററുകളിൽ വലിയൊരു വിജയം നേടിയില്ല. ഈ സിനിമ കണ്ടിട്ട് തോന്നിയ അഭിപ്രായം എന്തായാലും കമന്റിൽ പറയണേ. സിനിമ കാണാത്തവർ ഉണ്ടെങ്കിൽ പടം ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. ദാവീദ് ഫൈറ്റിംഗ് സ്റ്റാർ പെപ്പയെ കേന്ദ്ര കഥാപാത്രമാക്കി ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ദാവീദ്. ഈ പടം റിലീസിന് മുന്നേ ഒക്കെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ലൈവായിട്ട് നിന്നതാണ്. ഒന്നാമത്തെ കാര്യം, ഇതൊരു പക്ക ബോക്സിംഗ് ഫിലിമാണ്. ബോക്സിംഗ് ഫിലിം ആയതുകൊണ്ട് തന്നെ പെപ്പെ പുള്ളിയുടെ തടിയൊക്കെ കുറച്ച് പക്ക ഫിറ്റ് ആയതും ബോക്സിംഗിന്റെ ലൈസൻസ് എടുത്ത് മത്സരിക്കാൻ പോയതുമെല്ലാം നമ്മൾ കണ്ടതാണ്. അതൊക്കെ സത്യം പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഒരു ചെറിയ രീതിക്കെങ്കിലും ഹൈപ്പ് കൊടുക്കാൻ സഹായകരമായി. MO ഇസ്മായിൽ എന്ന അമേരിക്കൻ നടനാണ് ദാവീദിലെ മറ്റൊരു പ്രധാന കഥാപാത്രം ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ഇന്റർവ്യൂസ് ഒക്കെ അത്യാവശ്യം ആ സമയത്ത് വൈറലായിരുന്നു റിലീസിന് മുന്നേക്ക്. പക്ഷേ എന്തൊക്കെ ഉണ്ടായിട്ടും ആളുകളെ അങ്ങോട്ട് തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നതിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ പരാജയപ്പെട്ടു. സിനിമ തിയേറ്ററുകളിൽ അത്ര വലിയ കളക്ഷൻ ഒന്നും വരില്ല. കുറേ പേർക്ക് ഈ സിനിമ ഇഷ്ടമാവുകയും വേറെ കുറേ പേർക്ക് ഇഷ്ടമാവാതെ പോവുകയും ചെയ്തിട്ടുണ്ട്. ജസ്റ്റിൻ വർഗീസിന്റെ BGM ഒക്കെ ഈ സിനിമയിലെ പല സീനുകളെയും നല്ല രീതിക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. ടെക്നിക്കലി കിടിലുമാണ് പടം. പക്ഷേ ആൾക്കാരെ അങ്ങോട്ട് ഇമോഷണലി കണക്ട് ചെയ്യിക്കാൻ സിനിമയ്ക്ക് പറ്റിയില്ല എന്ന് തോന്നി. അതായത് ഒരു കാര്യം ഇല്ലാണ്ട് ഇടിക്കുക, ഇനി ഇടിച്ചാൽ തന്നെ അതിന്റെ ഒരു ഇമോഷനും കാണുന്നവർക്ക് കിട്ടുന്ന തരത്തിലുള്ളതായി പേഴ്സണലി തോന്നിയില്ല. അതിനർത്ഥം പെപ്പെ മോശമാക്കിയെന്നല്ല കേട്ടോ. പുള്ളിയുടെ സേഫ് സോൺ ആണ് ഈ ഇടി പരിപാടി. അതൊക്കെ പുള്ളി കിടുവായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ പെപ്പയുടെ ഈ സിനിമയിലെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കിടുവായിരുന്നു. പക്ഷേ ഈ സിനിമ കണക്ഷൻ കിട്ടാതെ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇമോഷണലി കണക്ട് ആവാത്തപ്പോഴാണ്. ഒരു സ്പോർട്സ് സിനിമ ചെയ്യുമ്പോൾ നമുക്കറിയാം, ആദ്യം ഒന്നും അല്ലാത്ത വ്യക്തി ഒരു ആഗ്രഹം ഉണ്ടാവുകയും അത് നിറവേറ്റാൻ പോകുന്നതൊക്കെയാണ് പടമെന്ന്. എന്നാൽ ഈ സിനിമയിൽ ആ ക്യാരക്ടർ അതിനുവേണ്ടി എല്ലാം ചെയ്യുമ്പോഴും കാണുന്ന പ്രേക്ഷകന് അതൊരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല. അത് ചിലപ്പോൾ സംവിധാനത്തിൽ വന്നൊരു പാളിച്ചയായിരിക്കാം. കാരണം സാർപ്പട്ട പരമ്പര പോലുള്ള ബെഞ്ച് മാർക്ക് സ്പോർട്സ് സിനിമകളുള്ള ഇന്ത്യൻ സിനിമയിൽ അതിന്റെ ഒപ്പം എത്തിയില്ലെങ്കിൽ പോലും ആ ലെവലിനോട് അടുത്തെത്തുന്ന രീതിക്കെങ്കിലും ഇമോഷൻസ് ആൾക്കാരിലേക്ക് എത്തിക്കണം. അത് ഇവിടെ ഉണ്ടായില്ല. പടം എന്തായാലും ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ആദ്യ ദിവസത്തിലൊക്കെ അത്യാവശ്യം ആളുണ്ടായിരുന്നെങ്കിലും ഒരു ആവറേജ് വിജയത്തിൽ ഒതുങ്ങിപ്പോയി. വലിയൊരു വിജയമാവാനൊന്നും ദാവീദിന് കഴിഞ്ഞില്ല. ബ്രൊമാൻസ് 18+ ജോവാൻ ജോ ഒക്കെ സംവിധാനം ചെയ്ത അരുൺ ഡി ജോസിന്റെ മൂന്നാമത്തെ സിനിമയാണ് ബ്രൊമാൻസ്. അർജുൻ അശോകൻ, മഹിമ നമ്പ്യാർ, മാത്യു തോമസ്, സംഗീത് പ്രതാപ്, ശ്യാം മോഹൻ അങ്ങനെ ഇപ്പോൾ ഫീൽഡിൽ കിടുവായിട്ട് തിളങ്ങി നിൽക്കുന്ന എല്ലാവരെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അരുൺ സംവിധാനം ചെയ്ത സിനിമയാണ് ബ്രൊമാൻസ്. നെസ്ലിനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കോളം തകഞ്ഞാണ്. ഈ പടത്തിന്റെ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു പക്ക അടിച്ചുപൊളി ഫൺ മൂഡ് പടമായിരുന്നു ബ്രൊമാൻസ്. പേരിലുള്ള പോലെ തന്നെ ഏട്ടനനിയൻ ബന്ധവും അതിന്റെ ഇന്റൻസിറ്റിയും ഫ്രണ്ട്ഷിപ്പും എല്ലാം കോമഡിയൊക്കെ കൊണ്ട് സെറ്റാക്കിയ ഒരു കംപ്ലീറ്റ് എന്റർടൈനർ എന്ന ലേബലിൽ വന്ന പടം. അതുകൊണ്ട് തന്നെ സിനിമയുടെ റിലീസിന് ശേഷം തിയേറ്ററുകളിൽ നിന്ന് വന്ന ഭൂരിഭാഗം റിവ്യൂസും പോസിറ്റീവ് തന്നെയായിരുന്നു. 2 മണിക്കൂർ 18 മിനിറ്റുള്ള പടം നമുക്ക് ഒരു തരി പോലും ബോർ അടിക്കില്ല. അത് തന്നെയാണ് അരുൺ എന്ന സംവിധായകന്റെ ബ്രില്യൻസ്. ഒരു പക്ക വൈബ് ഓഡിയൻസിനൊപ്പം ഇരുന്ന് കണ്ടതുകൊണ്ട് തന്നെ എനിക്ക് ഈ പടം ഒരു പക്ക വൈബ് മെറ്റീരിയൽ ആയിരുന്നു. പണ്ടത്തെ ചില പ്രിയദർശൻ, ലാലേട്ടൻ, ദിലീപ്, ജയറാം സിനിമകളിലൊക്കെ ഉള്ള പോലുള്ള സീനുകളൊക്കെ നിറഞ്ഞൊരു പടം. പിന്നെ
ഈ പടത്തിന്റെ നട്ടെല്ലെന്ന് പറയുന്നത് നമ്മുടെ അമൽ ഡേവിസ്. അതായത് സംഗീത് പ്രതാപ്. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു പുള്ളിക്കാരൻ ഈ പടത്തിൽ. സംഗീത് വന്ന സീൻ എല്ലാം തിയേറ്ററിൽ കൂട്ടച്ചിരിയായിരുന്നു. പുള്ളി ഒരു കൗണ്ടർ അടിക്കും, ഓപ്പോസിറ്റിന് തിരിച്ചു കിട്ടും, അങ്ങനെ പോകുന്നു പടം മൊത്തത്തിൽ. യെസ്, ഹരിഹരസുധൻ ഈസ് ദ ഷോ സ്റ്റീലർ. അങ്ങനെ 5 കോടി രൂപ ബഡ്ജറ്റിൽ വന്ന സിനിമ തിയേറ്ററുകളിൽ നിന്ന് 15 കോടിയോളം രൂപ വാരിയാണ് തിരികെ പോയത്. ഈ സിനിമ ഇനി എന്ന് OTT-യിൽ വരുമെന്നറിയില്ല. പക്ഷേ OTT റിലീസിന് ശേഷം ഒരുപാട് പേർ പോസിറ്റീവ് പറയാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും ബ്രൊമാൻസ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. കുറച്ച് വർഷങ്ങളായിട്ട് വലിയ ഹിറ്റൊന്നും ഇല്ലാതിരുന്ന ചില നടന്മാർ വന്നിട്ട് ഹിറ്റടിച്ചു പോയൊരു മാസം കൂടിയായിരുന്നു ഫെബ്രുവരി എന്ന്. അങ്ങനത്തെ ട്വിസ്റ്റുകൾ സംഭവിച്ചൊരു മാസം കൂടിയായിരുന്നു ഫെബ്രുവരി എന്ന്. ആ ട്വിസ്റ്റാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ചാക്കോച്ചനെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഈ ജിത്തു അഷ്റഫ് എന്ന് പറയുന്നത് നമ്മുടെ ഇലവിഴ പുഞ്ചിറ നായാട്ട് ഈ സിനിമകളിലൊക്കെ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര രസമാണ് പുള്ളിയുടെ അഭിനയം കാണാൻ. അപ്പോൾ പുള്ളിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അവനെന്ത് ചെയ്യും? അവനെ ആരും കണ്ടിട്ടില്ല. അവനെതിരെ കേസെടുത്താൽ തന്നെ നമ്മളെല്ലാവരും കൂടി സെറ്റ് ചെയ്ത് നാട്ടുകാർ പറയത്തുള്ളൂ. ജോസഫ് നായാട്ട്, ഇലവിഴ പുഞ്ചിറൊക്കെ എഴുതിയ ഷാഹി കബീറാണ് ഈ സിനിമയുടെയും രചന നിർവഹിച്ചിരിക്കുന്നത്. ഒരു ആക്ഷൻ ഇൻവെസ്റ്റിഗേഷൻ സൈക്കോ ത്രില്ലറാണ് പടം. മാർട്ടിൻ പ്രക്കാട്ട് പ്രൊഡ്യൂസ് ചെയ്ത പടം ആയതുകൊണ്ട് ഒരു മിനിമം ഗ്യാരണ്ടി പടത്തിന് ഉറപ്പായിരുന്നു. അതിനൊപ്പം ഷാഹി കബീറിന്റെ എഴുത്തും ഒപ്പം ജിത്തുവിന്റെ മേക്കിംഗ് കൂടിയായപ്പോൾ നായകനായ ചാക്കോച്ചൻ അങ്ങ് അഴിഞ്ഞാടാനുള്ള അവസരം കിട്ടി. നമ്മൾ അധികം കണ്ടിട്ടില്ലാത്തൊരു ചാക്കോച്ചൻ കഥാപാത്രമായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ ഹരിശങ്കർ. പടം തുടങ്ങുമ്പോഴേക്ക് തന്നെ പുള്ളി ഒരു കട്ട കലിപ്പനായ പോലീസ് ഓഫീസറായാണ് നമ്മൾ കാണുന്നത്. കലിപ്പൻ മീൻസ് ഒന്നും നോക്കാതെ പറയാനുള്ളത് പറയുകയും ചെയ്യാനുള്ളത് ചെയ്യുകയും ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസർ. ഈ സിനിമയിലെ തുടക്കത്തിലെ ഒരു മാലമോഷണ സീനുണ്ട്. മാലമോഷണം പോകുന്നതും പ്രതികളായ 2 സ്ത്രീകളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നതും അവിടേക്ക് ചാക്കോച്ചന്റെ ഒരു എൻട്രിയും ഒപ്പം ഒരു കിടിലൻ ഡയലോഗും. ഒരിക്കലും അവിടെ നമുക്ക് കുഞ്ചാക്കോ ബോബൻ എന്ന നടനെ കാണാൻ സാധിക്കില്ല. ആ ലെവലിലാണ് പുള്ളി ഹരിശങ്കറായി നിറഞ്ഞാടിയിരിക്കുന്നത്. ഞാനൊക്കെ തിയേറ്ററിൽ ഇരുന്നിട്ട് ഇത് നമ്മുടെ ചാക്കോച്ചൻ തന്നെ ആണോടെ എന്ന് ഓർത്ത് രോമാഞ്ചം കൊണ്ടുപോയി ആ സീനിലൊക്കെ. പക്ഷേ പിന്നീട് അങ്ങോട്ട് പോകെ ആ കലിപ്പൻ ക്യാരക്ടർ ഒരു മൊണ്ണയായി മാറുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളും പരിപാടികളും ഒക്കെയാണ് സിനിമ. ഈ പടത്തിൽ ചാക്കോച്ചന്റെ പെർഫോമൻസ് പോലെ തന്നെ എടുത്തു പറയേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. വില്ലൻ ഗാങ്. വൈശാഖ് നായരുടെ ആ വില്ലൻ ഗാങ്ങിനെ കാണുമ്പോൾ തന്നെ നമുക്ക് നെഗറ്റീവ് വൈബാണ്. അവരെല്ലാവരും അവരുടെ കഥാപാത്രങ്ങൾ ഗംഭീരമാക്കി കണ്ടിരുന്നവരെ മാക്സിമം വെറുപ്പിച്ചു. പക്ഷേ ഈ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ തന്നെ പിള്ളേരൊക്കെ ഡ്രഗ്സ് ആണെന്നും ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരൊക്കെ ഇങ്ങനെ കറുത്ത ഹുഡിയൂട്ട് കയ്യിൽ ടാറ്റു അടിച്ച് നടക്കുന്നവരാണെന്നും ഒക്കെ ഉള്ള ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് എനിക്കെന്തോ പേഴ്സണലി അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. പിന്നെ ഈ സിനിമയിലെ വില്ലന്മാരുടെ റിവെഞ്ചിനുള്ള റീസണും അത്യാവശ്യം കോമഡിയായി തോന്നിയിരുന്നു കേട്ടോ. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അമിതമായ ഡ്രഗ്സ് ഉപയോഗവും അതിന്റെ പരിണത ഫലങ്ങളും ഒക്കെയാണ് സിനിമയിൽ കാണിച്ചു പോകുന്നത്. ആദ്യ ദിവസം ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഗംഭീര റിപ്പോർട്ടുകളാണ് ഈ പടത്തിന് വന്നത്. ഗംഭീരം മീൻസ് എക്സ്ട്രാ ഓർഡിനറി എന്നൊക്കെ പറയില്ലേ, ആ ലെവൽ റെസ്പോൺസ്. അതുകൊണ്ട് തന്നെ 12 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 50 കോടിയും കടന്ന് ചാക്കോച്ചന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയമായി മാറി. ഗെറ്റ് സെറ്റ് ബേബി. മാർക്കോ എന്ന പാൻ ഇന്ത്യൻ ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം വരുന്ന ഉണ്ണി മുകുന്ദൻ സിനിമ. നായിക നിഖില വിമൽ. വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത ഗെറ്റ് സെറ്റ് ബേബി. ഈ വിനയ് ഗോവിന്ദ് എന്ന് പറയുന്നത് നമ്മുടെ കിളിപ്പോയി കോഹിനൂറൊക്കെ സംവിധാനം ചെയ്ത പുള്ളി. ഇത്രയും വർഷത്തൊരു ഗ്യാപ്പിന് ശേഷമാണ് പുള്ളി വീണ്ടും ഒരു സിനിമയായിട്ട് വരുന്നത്. ഇടയ്ക്ക് നിവിൻ പോളിയെ വെച്ചിട്ട് താരം എന്ന് പറഞ്ഞൊരു പടം അനൗൺസ് ചെയ്തിരുന്നു. പക്ഷേ അത് ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അത് നടക്കൂ, ഡ്രോപ്പ് ആയി എന്ന് കേട്ടു, ഡ്രോപ്പ് ആയില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എനിവേ, ഗെറ്റ് സെറ്റ് ബേബിയിലേക്ക് വന്നാൽ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ റോളിലാണ് ഈ സിനിമയിൽ ഉണ്ണി മുകുന്ദൻ അഭിനയിച്ചിരിക്കുന്നത്. ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്ക് നടത്തുന്ന അർജുൻ എന്ന കഥാപാത്രത്തിന്റെ വളർച്ചയും അതിനുശേഷം പുള്ളിയുടെ ലൈഫിൽ ഉണ്ടാവുന്ന കുറെ സംഭവ വികാസങ്ങളും ഒക്കെയാണ് പടം. ഓൾറെഡി നമ്മൾ കുറെ സിനിമകളിലൊക്കെ കണ്ടുപിടുത്ത സാധനങ്ങൾ തന്നെയാണ് ഈ പടത്തിലുള്ളത്. പ്രഗ്നന്റ് ആവാതെ പോകുന്നതും പിന്നീട് ആയിത്തീരുന്നതും ആയിട്ടുള്ള പരിപാടിയും ഒക്കെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടതാണ്. അതിനർത്ഥം ഇങ്ങനത്തെ സംഭവങ്ങൾ പുതിയൊരു സിനിമയിൽ കാണിക്കാൻ പാടില്ല എന്നൊന്നുമല്ല കേട്ടോ. അത് കാണിക്കുന്നതിനൊപ്പം തന്നെ ഒരു ഫ്രഷ്നെസ് നൽകുന്ന എന്തെങ്കിലുമൊക്കെ സിനിമയിൽ വേണം. ഈ പടത്തിന്റെ ബേസിക് പ്ലോട്ട് അതായിരുന്നെങ്കിലും അതിലൊരു ഇംപ്രവൈസേഷൻ സ്ക്രിപ്റ്റിൽ കണ്ടില്ല. പക്ഷെ ഇതൊരു മോശം സിനിമയല്ല കേട്ടോ. ഒരു പക്ഷേ OTT റിലീസ് ആയിരുന്നെങ്കിൽ നല്ല രീതിയിൽ ക്ലിക്ക് ആയേനെ പടം. ഒരു തിയേറ്റർ പടമായിട്ട് കാണിക്കാൻ വേണ്ടിയുള്ളതൊന്നും സിനിമയിൽ ഇല്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ മാർക്കോയ്ക്ക് മുന്നേ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ പിന്നീട് ഈ മാർക്കോ എഫക്റ്റിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഇറങ്ങിയത് കൊണ്ടും കൂടി ആവണം സിനിമ തിയേറ്ററുകളിൽ വലുതായിട്ട് അങ്ങോട്ട് ഏറ്റില്ല. സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നതിൽ പടം കുറച്ചുകൂടെ നന്നായേനെ. ബട്ട് സ്റ്റിൽ പടത്തിന് ഡീസന്റ് റിപ്പോർട്ടാണ് തിയേറ്ററുകളിൽ നിന്ന് വന്നത്. എങ്കിലും ഒരു ഹിറ്റ് ചാർട്ടിൽ കയറിപ്പറ്റാൻ കഴിയാതെ പോയി ഗെറ്റ് സെറ്റ് ബേബിക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഫെബ്രുവരി മാസത്തിൽ റിലീസായ വിജയമായതും പരാജയമായതുമായ സിനിമകൾ. ഇനി ഇതൊന്നും കൂടാതെ സജിൻ ഗോപു അനശ്വര ടീമിന്റെ പൈങ്കിളി, ഇഴ, ലവ് ഡേൽ, ലവ് ഫോർ സെയിൽ, ചാട്ടുളി, തടവ്,
ഉരുൾ, സൗബിൻ ഷാഹിറിന്റെ മച്ചാന്റെ മാലാഖ, മലയാളത്തിന്റെ ഓപ്പൺഹൈമർ ധ്യാൻ ശ്രീനിവാസന്റെ ആപ് കൈസേ ഹോ, അരിക്, ഇടിമഴ കാറ്റ്, രണ്ടാം യാമം എന്നിവയൊക്കെയാണ് ഫെബ്രുവരി മാസത്തിൽ വന്ന തിയേറ്ററിൽ വലിയ ചലനം ഉണ്ടാക്കാതെ പോയ സിനിമകൾ. ഇതിൽ തന്നെ ഈ മച്ചാന്റെ മാലാഖ എന്ന് പറയുന്ന സിനിമയ്ക്കൊക്കെ വൻ നെഗറ്റീവാണ് വന്നത്. ഇപ്പോൾ OTT വന്നതിന് ശേഷവും സിനിമയ്ക്ക് നിലത്തിറങ്ങാൻ സമയം കിട്ടിയിട്ടില്ല. അതും ബോബൻ സാമുവൽ എന്ന ഒരു കാലത്ത് കിടിലൻ സിനിമകൾ നമുക്ക് തന്നിരുന്നൊരു ഡയറക്ടറുടെ പടം. പുള്ളിയുടെ ജനപ്രിയനൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച കൂടെ വീണ്ടും ഇരുന്ന് കണ്ടതേ ഉള്ളൂ. റോമൻസും ജനപ്രിയനും ഒക്കെ എന്ത് നല്ല പടങ്ങളായിരുന്നു അല്ലേ. എന്ത് തന്നെയായാലും ഫെബ്രുവരി മാസത്തിൽ മലയാള സിനിമയ്ക്ക് വൻ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത്. അവരുടെ കണക്കിലാകെ ഓഫീസർ ഓൺ ഡ്യൂട്ടി മാത്രമാണ് വിജയമായ ഒരേ ഒരു സിനിമ. ആ ലിസ്റ്റിൽ തന്നെ ഒരു പടം 1.5 കോടി രൂപയ്ക്ക് എങ്ങാണ്ട് എടുത്തിട്ട് ആകെ 10,000 രൂപയാണ് കളക്ഷൻ കിട്ടിയതെന്ന് പറയുന്നത്. ഞാൻ സിനിമ ഏതെന്നും കൂടെ പറഞ്ഞ് ആ സിനിമയുടെ ടീമിനെ കൂടെ വിഷമിപ്പിക്കുന്നില്ല. പോട്ടെ. അപ്പോൾ ഇനി മാർച്ച് മാസത്തെ വീഡിയോസുമായി വരാം. ബൈ.